ജനത പറഞ്ഞത് നരേന്ദ്രമോദിയുടെ ഗുജറാത്ത് ഭരണം ഞങ്ങൾക്ക് മാതൃകയാണ്. നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ഭരണം ഞങ്ങൾക്ക് മാതൃകയാണ്. ഞങ്ങൾക്കറിയാം ഈ മതേതരത്വത്തിന് വേണ്ടിയിട്ട് ഈ രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒരു സർക്കാർ ഇന്ത്യ രാജ്യത്ത് എൻഡിഎക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന വിശ്വാസം പൂർണ്ണമായി നിലനിന്നുകൊണ്ടാണ് അന്ന് അധികാരത്തിൽ വന്നിട്ടുള്ളത്. നമ്മൾ ആലോചിച്ചൊക്കെ അതിനുശേഷം ഉണ്ടായിട്ടുള്ള ഈ രാജ്യത്തുള്ള വികസനങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എടുത്ത് വച്ചു. 11 വർഷം കഴിഞ്ഞില്ലേ ഇന്ത്യ രാജ്യത്ത് മതന്യൂനപക്ഷങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന സർക്കാർ, മതന്യൂനപക്ഷങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന സർക്കാർ. അത് മാത്രമല്ല, മത തീവ്രവാദികൾ ഈ രാജ്യത്ത് ശിഥിലമാക്കുന്ന മത തീവ്രവാദികളെ ജയിലറക്കുള്ളിലേക്ക് അവർ പോയിട്ട് കമ്പി എണ്ണുന്ന കാഴ്ച, ജയിലിനുള്ളിൽ നിന്നത് മത തീവ്രവാദികൾ പാകിസ്ഥാനും അതുപോലെ തന്നെ മറ്റു വിദേശ രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചാരപ്പണിയെടുക്കുന്നവർ ജയിലിന്റെ ഉള്ളിൽ പോയിട്ട് കമ്പി എണ്ണുന്ന കാഴ്ച, ഈ രാജ്യത്ത് ജനങ്ങൾക്ക് സുരക്ഷിതമായിട്ട് ജീവിക്കാൻ കഴിയുന്ന കാഴ്ച, അതല്ലേ നമ്മൾ കണ്ടത്. നമ്മുടെ രാജ്യത്ത് തന്നെ ഈ കോൺഗ്രസ് ഭരണം ഉൾപ്പെടെയുള്ള സർക്കാരുകൾ നൽകിയിട്ടുള്ള 2 തരം പൗരന്മാരെ സൂക്ഷിക്കപ്പെട്ട കാശ്മീരിലെ കാശ്മീരിൽ നിങ്ങൾ അന്ന് പരിശോധിച്ച് നോക്ക്. കാശ്മീരിൽ പ്രത്യേക അധികാരം, 2 കൊടി, 2 ഭരണഘടന, 2 ദേശീയ ഗാനം അല്ലേ കാശ്മീരിൽ ഉണ്ടായിരുന്നത്. ആ കാശ്മീരിൽ നമ്മുടെ നരേന്ദ്രമോദി നേതൃത്വത്തിലുള്ള സർക്കാർ പറഞ്ഞു, ഇന്ത്യ രാജ്യത്ത് എല്ലാ ജനങ്ങൾക്കും തുല്യത, പ്രത്യേക അധികാരം ഒരാൾക്കും നൽകുന്നില്ല, എല്ലാവരും തുല്യത. കാശ്മീരിലെ പ്രത്യേക അധികാരം എടുത്തു മാറ്റിയില്ലേ? കാശ്മീരിലെ പ്രത്യേക അധികാരം മാറ്റിയെന്ന് മാത്രമല്ല, ആ കാശ്മീരിൽ മത തീവ്രവാദികളെ ഇന്ത്യയെ ഇല്ലാതാക്കുന്നതിന് പാകിസ്ഥാന് വേണ്ടിയിട്ട് ചാരപ്പണിയെടുക്കുന്ന തീവ്രവാദികളെയെല്ലാം ഇല്ലായ്മ ചെയ്തുകൊണ്ട് ആ കാശ്മീരിലെ പുതിയ അന്തരീക്ഷം സൃഷ്ടിക്കപ്പെട്ടു. കാശ്മീരിൽ ജനതയ്ക്ക് സ്വതന്ത്രമായിട്ട് ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി. അവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. കാശ്മീരിൽ സ്വതന്ത്രമായി ജീവിക്കാനുള്ള സാഹചര്യമുണ്ടായി. അവിടെ ഇന്ന് കാശ്മീരിലെ ജനത കൃത്യമായി അവർ ജോലി ചെയ്യുന്നു, കൃഷിക്കാരൻ ജോലി ചെയ്യുന്നു, കർഷകർ ജോലി ചെയ്യുന്നു, വ്യവസായ സ്ഥാപനങ്ങൾ അല്ലേ. കാശ്മീരിലെ അവസ്ഥയിൽ നിങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ ഇന്ന് നമ്മുടെ നാട്ടിലെ ഒരു ഭീകര സ്ഥലമായിരുന്ന കാശ്മീരിലെ എവിടെയും ജനങ്ങൾക്ക് ഇറങ്ങാൻ കഴിയാത്ത, എപ്പോഴും കർഫ്യൂ ഉൾപ്പെടെയുള്ള പട്ടാളം എപ്പോഴും റോന്തിയിട്ടുന്ന, ജനങ്ങൾക്ക് ഇറങ്ങാൻ കഴിയാത്ത ആ കാശ്മീര് ഇന്ന് ടൂറിസ്റ്റുകൾക്ക്, നമ്മുടെ നാട്ടിലെ ടൂറിസ്റ്റ് ഉൾപ്പെടെയുള്ള ആളുകളല്ലേ, നമ്മുടെ നാട്ടിലെ ആളുകൾ കാശ്മീരിന്റെ സുന്ദരമുഖം കാണാൻ എത്ര ആളുകൾ ഇപ്പോ കാശ്മീരിലേക്ക് പോവുക. കാശ്മീർ ആപ്പിൾ എന്ന് പറയുന്നത് ലോകത്ത് തന്നെ ഇത്രയും സാധുള്ള, ഇത്രയും സുന്ദരമായിട്ടുള്ള ആ ആപ്പിൾ, കാശ്മീർ ആപ്പിൾ, കാശ്മീരിലെ കർഷകർക്ക് അത് വിദേശ കമ്പാളങ്ങൾ ഉൾപ്പെടെ ആ കാശ്മീർ ആപ്പിൾ എത്തുന്ന കാഴ്ച. കർഷകന് ജോലിയെടുക്കാൻ കഴിയുന്നു, വ്യവസായ മേഖലയിലും തൊഴിലാളികൾ ജോലിയെടുക്കുന്നു. കാശ്മീർ ഒരു സാധാരണ ജനങ്ങളുടെ, നമ്മുടെ നാട്ടിൽ ഇവിടെ ഇരിക്കുന്ന ജനങ്ങൾക്ക് ജീവിക്കുന്നത് പോലെ മാറിയിരിക്കുന്നു കാശ്മീർ. നിങ്ങൾ ആലോചിക്കുക, അവിടെ ഇപ്പോ തെരഞ്ഞെടുപ്പ് നടന്ന്, തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ അവിടെ വന്നിരിക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഈ രാജ്യത്തെ ഇല്ലാതാക്കാൻ വേണ്ടി തീരുമാനിച്ചവർ അവരെ നിങ്ങൾ ആലോചിക്കേണ്ടത്. നിങ്ങളൊന്ന് മനസ്സിലാക്ക്. അതുപോലെ തന്നെയാണോ ഈ രാജ്യത്ത് നമ്മുടെ നാട്ടിലെ ജനങ്ങളെ തമ്മിലടിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്നൊരു വിഷയമുണ്ട്. എന്താണ്? ബാബർ മസ്ജിദ് പ്രശ്നവും രാമജന്മഭൂമി പ്രശ്നവും അല്ലേ. എന്റെ പ്രിയപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാരെ, നിങ്ങൾ എന്തെല്ലാം പറഞ്ഞത്? മത തീവ്രവാദികളെ നമ്മുടെ പള്ളി പൊളിച്ചു കഴിഞ്ഞു അല്ലേ? മത തീവ്രവാദികളും നിങ്ങൾ ആലോചിച്ചു നോക്ക്. മത തീവ്രവാദികൾക്ക് വേണ്ടിയിട്ട് വെടിപണിയെടുക്കുന്ന നിലയിലേക്ക് ബാബർ മസ്ജിദ് പ്രശ്നവും അതുപോലെ തന്നെ രാമജന്മഭൂമി പ്രശ്നവും അല്ലേ. ഇപ്പൊ എന്ത് സുന്ദരമായിട്ടാണ് എല്ലാ മതവിഭാഗത്തിലെ ആളുകളും ഒന്നിച്ചിരുന്ന് ഒരു കുടക്കീഴിൽ ഇരുന്നിട്ട്, അവിടെ ഇപ്പൊ നിങ്ങൾ അയോധ്യയിൽ പോയാൽ രാമജന്മഭൂമിയും കാണാം, അവിടെ രാമന്റെ ക്ഷേത്രവും കാണാം, ബാബറ പള്ളിയും കാണാം. എന്ത് സൗഹാർദ്ദത്തോടു കൂടി 2 മതവിഭാഗങ്ങൾ വളരെ സൗഹാർദ്ദത്തോടു കൂടി അവിടെ ജീവിക്കുന്ന കാഴ്ച അല്ലേ. 2 പള്ളിയും അമ്പലവും അവിടെ പണിതീർത്തുന്ന കാഴ്ച. ഈ രാജ്യത്ത് എല്ലാ മതവിഭാഗങ്ങളും